വെൽക്കം ബാക്ക് ടു പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. വളരെ നല്ലൊരു ദിവസമായിരുന്നു ഇന്നലെ. നമ്മൾ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മാർക്കറ്റ് ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുകയാണ്, നാളെ നല്ലൊരു ഹ്യൂജ് മൂവ്മെന്റ് കിട്ടാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, നമ്മൾ പറഞ്ഞ പോലെ എല്ലാം മാർക്കറ്റ് പോയത്, മാർക്കറ്റ് പോകാൻ പോയ വഴി നമ്മൾ നേരത്തെ മനസ്സിലാക്കി അതിനനുസരിച്ച് ട്രേഡ് ചെയ്യുകയും ഹ്യൂജ് റാലി. ഓൾമോസ്റ്റ് ലൈക്ക് ബാങ്ക് ആയിരുന്നു നമ്മളുടെ ഇന്നത്തെ ഹീറോ. ബാങ്കും ഫിൻനിഫ്റ്റിയും. ബാങ്ക് ഓൾമോസ്റ്റ് 175 നിന്ന് നമ്മൾ ക്യാച്ച് ചെയ്തത് എക്സാക്ട്ലി 400 വരെ നമ്മളിന്ന് ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അബൌട്ട് ലൈക്ക് ഫിൻനിഫ്റ്റി എന്ന് പറയുന്നത് 115 പ്രീമിയം ആണ് ഈ പറയുന്നത്. 115 നിന്ന് 200 അതും കഴിഞ്ഞു പോയി. ബട്ട് 200 വാസ് ലൈക്ക് അവർ ടാർഗറ്റ് ലെവൽസ്. സോ നമുക്ക് പോസ്റ്റ് മാർക്കറ്റിലോട്ടൊന്ന് പോകുന്നതാണ്. സോ നമ്മളുടെ എക്സൽ ആണിത്. നമ്മളുടെ പ്രീമിയം ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന കോൾസ്, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന കോൾസ് ഷെയർ ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. സി ഹിയർ 1, 2, 3 ആദ്യത്തെ 3 ട്രേഡ്സ് ആയിരുന്നു നമ്മൾ ഫസ്റ്റ് ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഇതെന്ന് പറയുന്ന 2 ആഫ്റ്റർനൂൺ സെഷനിൽ ക്യാച്ച് ചെയ്തിട്ടുള്ളതാണ്. ദെൻ ദിസ് വൺ 90,700 CE ക്യാരി ഫോർവേഡ് ചെയ്യേണ്ടവർക്ക് വേണമെങ്കിൽ ചെയ്യാമെന്നുള്ളൊരു കാര്യം മാത്രമാണ്. ജസ്റ്റ് ലൈക്ക് 1-2 വളരെ മിനിമൽ കോസ്റ്റ്, ഒരു 1% അല്ലെങ്കിൽ ലെസ് ദാൻ 1% റിസ്ക് എടുത്തിട്ടുള്ളവർക്ക് ഓക്കെ ഫൈൻ, ക്യാരി ഫോർവേഡ് ചെയ്യാവുന്ന കാര്യമാണ്. ദെൻ ലൈക്ക് നമുക്ക് ഇന്ന് ഓൾമോസ്റ്റ് ലൈക്ക് 8.2% നമ്മൾ ഇന്ന് ബുക്ക് ചെയ്തു. ലാസ്റ്റ് 3 days ആയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ അതായത് 25-ാം തീയതി ഈ തിങ്കളാഴ്ച 4% നമ്മൾ ബുക്ക് ചെയ്തു, 4.7. ഇന്നലെ ഒരു റെഡ് ഡേ ആയിരുന്നു, ആകെ ഒരു ട്രേഡ് മാത്രമായിരുന്നു നമുക്ക്, അതും ഫസ്റ്റ് ടാർഗറ്റ് മാത്രമേ ഹിറ്റ് ചെയ്തിട്ടുള്ളായിരുന്നു. സോ ബാലൻസ് 2.1%. ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. സി ഈ 3 ദിവസത്തിൽ ഏറ്റവും കൂടുതൽ 8.2% നമ്മൾ ഇന്ന് ഡീസെന്റ് ആയിട്ട് ബുക്ക് ചെയ്തു. ഇതൊരു ബ്രേക്ക് ഈവൻ പോയിന്റിൽ നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു രീതിയിലായിരുന്നു നമുക്കിന്ന് നമ്മളുടെ പ്രീമിയം ഗ്രൂപ്പിൽ കോൾസ് പോയിട്ടുണ്ടായിരുന്നത്. സി ഹിയർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലായിരുന്നു മാർക്കറ്റ് വീണത്. സി ഫസ്റ്റ് ഇവിടെ വന്നു, ഏർലി എൻട്രി ആണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ട് ഏർലി എൻട്രി എടുത്തെന്ന് വെച്ചാൽ ചുമ്മാതെ നമ്മൾ ചാടിക്കാൻ എടുക്കുക എല്ലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ലൈവിൽ പോയി നോക്കുക, അവിടെ ഞാൻ പറയുന്നുണ്ട് ലൈക്ക് ഇത് നമുക്ക് ഏർലി എൻട്രി എടുക്കാൻ പറ്റുന്നുണ്ട്. ഈ ഒരു സെർട്ടൻ പോയിന്റിൽ മാർക്കറ്റ് ഫോളോ ആകാനായിട്ടുള്ള നല്ല പ്രോബബിലിറ്റി ഉണ്ട്, അതും ഇവിടം വരെ വരാനായിട്ട് ചാൻസ് ഉണ്ട് എന്ന് പറയുകയും ഇവിടെ നമുക്ക് ലെവൽസ് ആയിട്ട് കീപ്പ് ചെയ്യുകയും സിഗ്നൽസ് കൊടുത്തതിന്റെ ലെവൽസ്, അതായത് പ്രീമിയം എക്സാക്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞു പോയി, ബട്ട് ഇറ്റ്സ് ഓക്കെ ഫൈൻ. ആ രീതിയിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്തത് ഇന്ന് ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു നിഫ്റ്റിയിലെ ഫസ്റ്റ് ക്യാച്ച്. സെക്കൻഡ് വൺ സി ഹിയർ, ഇത് ലാസ്റ്റ് വൺ, സി ദിസ് വൺ 19,700 CE ഉണ്ടല്ലോ. ഇത് ആക്ച്വലി ഒരു വൈക്കോ സ്ട്രക്ചർ ആണ് ഫോം ആക്കിയിട്ടുള്ളത്. വൺസ് ദ സോൺ ഈസ് ബ്രോക്കൺ ഔട്ട് വിത്ത് സ്മോൾ കൺസോളിഡേഷൻ, സി ഇവിടെ കണ്ടോ, ഇവിടെ ഒരു സ്മോൾ കൺസോൾട്ടേഷൻ ഫോം ആവുകയും ചെയ്തിട്ടുണ്ട്. വി കുഡ് കൺഫേം വൈക്കോ സ്ട്രക്ചർ നമുക്ക് ഇവിടെ കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് പ്രീ മാർക്കറ്റിലോട്ട് പോകുന്നതാണ്. ബട്ട് എന്നാൽ ഈ ഒരു രീതിയിലായിരുന്നു നമ്മൾ ഇന്ന് ട്രേഡ് എടുത്തിട്ടുണ്ട്. ഇച്ചിരി ടൈം കൂടെ കിട്ടുമായിരുന്നെങ്കിൽ മാർക്കറ്റിൽ നിന്ന് മൂവ് ചെയ്ത് അത്യാവശ്യം നല്ലൊരു റിസ്ക് റിവാർഡ് 1:3.8 എന്ന രീതിയിൽ നമുക്ക് കിട്ടിയേനെ. സോ നമുക്ക് എന്തായാലും നോക്കാവുന്നൊരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് സിയിലോട്ട് പോകും. കുറെ അധികം ആൾക്കാർ തന്നെ ഒരു കൺഫർമേഷനും ഇല്ലാതെ മാർക്കറ്റ് ചെറിയൊരു അപ് മൂവ്മെന്റ് കാണിച്ചു കഴിഞ്ഞാൽ സിഇ ബൈ ചെയ്യുന്നുണ്ട്. എല്ലാവരും അത് മാറ്റിവെക്കുക, എല്ലാവരും കമ്പൽസറി ആയിട്ട് മാറ്റിവെക്കുക. മാർക്കറ്റിനെ പറ്റി ഒരു വ്യൂ ഇല്ലാതെ, മാർക്കറ്റിനെ പറ്റി ഒരു കറക്റ്റായിട്ട് നിങ്ങൾക്കൊരു പിക്ചർ ഇല്ലാതെ ദയവ് ചെയ്ത് ആരും ട്രേഡ് എടുക്കരുത്, ആരും അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യരുത്. ഐ മീൻ ലൈക്ക് ആ ഒരു ടൈം നിങ്ങളുടെ മൈൻഡ് സെറ്റ് എത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം ലൈക്ക് ടെൻസ്ഡ് ആണ് എന്നുള്ളത് എനിക്കറിയാം. അനാവശ്യമായിട്ട് നമ്മൾ ട്രേഡ് എടുക്കണ്ട എന്നൊരു കാര്യം മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. സോ നമുക്ക് ഇതായിരുന്നു നമ്മളുടെ നിഫ്റ്റിയിലെ ട്രേഡ്. ദെൻ അബൌട്ട് നിഫ്റ്റി ബാങ്ക്, ദ ബ്യൂട്ടിഫുൾ അല്ലെ ഹീറോ, അല്ലെ നമ്മളുടെ ഇന്നത്തെ ഹീറോ എന്ന് തന്നെ പറയാൻ കഴിയുന്നത്. ഈ ഒരു ഡ്രാസ്റ്റിക് ഫോൾ ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ പോയി നോക്കിയേ, നേരെ ഒരു കുത്തനെ ഒരു ഫോൾ വരാൻ നല്ലൊരു റാലി ആയിരിക്കുമെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഇന്നും അതുപോലെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. അത് എങ്ങോട്ടുള്ളതായിരിക്കാൻ ഒരു ചാൻസ് ഉണ്ട്, ബുള്ളിഷിലേക്ക് പോകാനായിട്ടുള്ള ഒരു പ്രോബബിലിറ്റി ഉണ്ട്. എന്നാൽ നാളെ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പ്രീ മാർക്കറ്റിലോട്ട് നമുക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് കവർ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇതായിരുന്നു നിഫ്റ്റി ബാങ്ക് ആൻഡ് ഫിൻ നിഫ്റ്റിയിൽ ഉണ്ടായിരുന്ന നമ്മളുടെ ട്രേഡ്, റൈറ്റ്? ഫിൻ നിഫ്റ്റിയിൽ ഉണ്ടായിരുന്ന നമ്മളുടെ ട്രേഡ് എന്ന് പറയുന്നത്. ഫിൻ നിഫ്റ്റി ഉണ്ടോ, ഇതും ഡ്രാസ്റ്റിക് ഫോൾ.
അതായിരുന്നു നമുക്ക് നിഫ്റ്റി ബാങ്ക് 175 നിന്ന് 400 115 നിന്ന് 200 നമുക്ക് നിഫ്റ്റി ക്യാച്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യം. എന്തിനാണ് പോസ്റ്റ് മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് കാണുക, അതായത് നമ്മൾ ഇത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്തിട്ട് നമ്മൾ ആ ട്രേഡ് എടുത്ത് ഇത് പോസിബിൾ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് മൈറ്റ് ബി ഒരു സെൽഫ് ഡൗട്ട് തോന്നുന്ന പലധികം ആൾക്കാരുണ്ടായിരിക്കാം. ഞാൻ ചെയ്യുന്നതെല്ലാം എപ്പോഴും തെറ്റ്, ഞാൻ എടുക്കുന്ന ട്രേഡ്സുകളെല്ലാം മാത്രം തിരിഞ്ഞു പോകുന്നു, അല്ലാത്തതെല്ലാം ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നു, ഇങ്ങനെ എന്തെങ്കിലും ഒരു തോട്ട് ഉണ്ടെങ്കിൽ ഇതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? മാർക്കറ്റിൽ കൺസിസ്റ്റന്റ് ആകാത്തത് മാത്രമാണ്. മാർക്കറ്റിൽ കൺസിസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ എല്ലാ ദിവസവും നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ ട്രേഡ് എടുത്തു, ഇന്നൊരു ലോസ് വന്നു എന്ന് വിചാരിക്കുക. നാളെ ഇതിന്റെ പേടി കാരണം നിങ്ങൾ എപ്പോഴെങ്കിലും എടുക്കാതിരുന്നിട്ടുണ്ടോ? ആ എടുക്കാതിരുന്ന സമയത്ത് തന്നെ മാർക്കറ്റ് നല്ലൊരു ഹ്യൂജ് റാലി തന്നിട്ടുണ്ടോ? ആരുടെ പ്രശ്നമാണത്? നമ്മുടെ പ്രശ്നമാണോ? മാർക്കറ്റിന്റെ പ്രശ്നമാണോ? നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഉടനെ മാർക്കറ്റ് ഒന്ന് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ട് നേരെ ടാർഗറ്റിലോട്ട് പോകാറുണ്ടോ? ഇല്ലെങ്കിൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഉടനെ മാർക്കറ്റ് റിവേഴ്സ് പോകാറുണ്ടോ? വൈക്കോഫിന്റെ ബേസിസിൽ കോമ്പോസിറ്റ് മാൻ എന്ന് ബേസിക്കലി പറയും, ഉണ്ടോ? ഇതെല്ലാം മാർക്കറ്റിന്റെ പ്രശ്നമാണോ അതോ മാർക്കറ്റിനെ നമ്മൾ മനസ്സിലാക്കിയ രീതിയാണോ പ്രശ്നമുള്ളത്? ആലോചിച്ച് നോക്കുക. ഫൈൻ. സോ ഇതായിരുന്നു നമ്മളുടെ പോസ്റ്റ് മാർക്കറ്റ് സെഷൻ. ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് മാസ്റ്റർ ചെയ്യാൻ കഴിയും. ഇല്ലെങ്കിൽ സിമ്പിൾ എന്ന് പറയുന്നില്ല, ടൈം കൺസ്യൂമിംഗ് ആണ്, നല്ല എഫോർട്ട് വേണം. ഇത്ര സിമ്പിൾ ആയിട്ട് മാർക്കറ്റിനെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും, നന്നായിട്ട് മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ. സോ ദാറ്റ്സ് വിത്ത് അവർ പോസ്റ്റ് മാർക്കറ്റ് സെഷൻ. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ നിന്ന് പോയി നോക്കാം. കാരണം ഗ്ലോബൽ മാർക്കറ്റിന്റെ കോറിലേഷൻ തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ്, US മാർക്കറ്റ് ഇന്നലെ ഫോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇന്നും ഇവിടെ നല്ലൊരു ഫോൾ വന്ന് തിരിച്ച് റിക്കവർ ആയിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റ് ഇച്ചിരി സ്ട്രോങ് ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെ? ഡെഫിനറ്റ്ലി സ്ട്രോങ് ആണ്. ലൈക്ക് മാക്രോ എക്കണോമി എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണെന്ന് നിർമ്മല സീതാരാമൻ, അറിയാമോ? ഫിനാൻസ് മിനിസ്റ്റർ, റൈറ്റ്? സോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ബഡ്ജറ്റ് ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ മാക്രോ എക്കണോമി വളരെ സ്ട്രോങ് ആണ് എന്നുള്ളത്. സോ അത് നല്ല രീതിയിൽ റിസഷനിലോട്ടോ ഇൻഫ്ലേഷനിലോട്ടോ കറന്റ് പോകാനായിട്ട് പ്രോബിലിറ്റി ഇല്ല എന്നുള്ളത്. ബട്ട് എന്നാൽ US, UK ഇതെല്ലാം തന്നെ, ജർമ്മനി, ഇവരൊക്കെ തന്നെ ഇൻഫ്ലേഷൻ, റിസഷൻ ഇതിന്റെ എല്ലാം ഒരു വക്കത്ത് നിൽക്കുകയാണ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയുമോ? ജസ്റ്റ് ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ വ്യൂ? ഇന്ത്യ റിസഷനിലോട്ട് പോകുമോ ഇല്ല ഇന്ത്യ ഇൻഫ്ലേഷനിലോട്ട് പോകുമോ എന്നുള്ളത്. ഇതൊക്കെ ഡെഫിനറ്റ്ലി നമ്മുടെ മാർക്കറ്റിനെ അഫക്ട് ചെയ്യുന്ന ന്യൂസസുകളാണ് ഇതൊക്കെ, ഇല്ലെങ്കിൽ ഇവന്റ്സുകളാണ് ഇതൊക്കെ. സോ നമുക്ക് നേരെ പോയിട്ട് ഗ്ലോബൽ മാർക്കറ്റിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ്, ഇല്ലെങ്കിൽ എങ്ങനെ ആയിരുന്നു നമ്മളുടെ ഇന്നലത്തെ പ്രീ മാർക്കറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഗ്ലോബൽ മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നത്. ലെറ്റ്സ് സീ. നമുക്ക് ഇവിടെ ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്, ഓർക്കുന്നോ? ഇന്നലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോ ഓടിപ്പോയി ചെക്ക് ചെയ്ത് നോക്കിക്കേ. അവിടെ തന്നെ ഗ്ലോബൽ മാർക്കറ്റ് എന്ന് പറയുന്ന ആ സെഷൻ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നാളെ ഫോളോ ചെയ്യാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട് എന്നുള്ളത്. ഇത് തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അല്ലേ? കണ്ടോ? ഇന്നലെ ഇന്നലെ ഫോളോ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത്. ഇത് കണ്ടോ? കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തു, റീടെസ്റ്റ് ചെയ്തു. ഇത് കഴിഞ്ഞ് ഞാൻ ക്ലാസ് എടുത്തോണ്ടിരുന്ന ടൈമിലാണ് ഈ ഒരു പിന്നെ ഒന്ന് അനലൈസ് ചെയ്തത്. അപ്പൊ ഞാൻ വരച്ച മാർക്കാണിത്. ബ്യൂട്ടിഫുൾ ആയിട്ടല്ലേ ഫോളോ ചെയ്തത്? ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ ആൻഡ് അനദർ ലോവർ ഹൈ. സോ ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് പിന്നെ ഫോളോ ആവും. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്കത് ഡെപ്പിക്റ്റ് ആകാനായിട്ടുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ബട്ട് എന്നാൽ അത് എത്രത്തോളം എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ നാളെ ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. ഡൗ ജോൺസ് നിങ്ങൾ അനലൈസ് ചെയ്ത് നോക്കുക. നാളെ മാർക്കറ്റ് ഓപ്പൺ ആവുന്നതിന് മുമ്പ് എങ്ങനെയാണ് എന്നുള്ളത്, ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക, ട്രെൻഡ് മനസ്സിലാക്കുക. ഇത് താഴത്തേക്കാണെങ്കിൽ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റ് താഴത്തേക്ക് പോകാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട്. പോകണമെന്ന് നിർബന്ധമുണ്ടോ? ഒരിക്കലും ഇല്ല, ജസ്റ്റ് പ്രോബബിലിറ്റി മാത്രം. ഇത് ഇവിടെ കിടന്ന് കൺസോൾഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ വരാനായിട്ടുള്ള പ്രോബബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. നിർബന്ധമുണ്ടോ? ഇല്ല. തിരിച്ചു കയറി പോയി കഴിഞ്ഞാലോ, മാർക്കറ്റ് തിരിച്ചു കയറി അറൌണ്ട് ഹിയർ ആണെങ്കിലോ നമുക്ക് നല്ലതാണ്. നാളെ മാർക്കറ്റ് റഷ് തരാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ് വിത്ത് അവർ ഗ്ലോബൽ മാർക്കറ്റ് പ്രീ മാർക്കറ്റ് സെഷൻ. സോ ഹിയർ വി ഗോ. നമ്മളുടെ ഇന്ന് മാർക്കറ്റ് ഓൾമോസ്റ്റ് ഈ റേഞ്ചിലാണ് ഒന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് ലൈവിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഈ ഒരു സോണിന് മുകളിൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം റാലി കാണാനായിട്ട് ചാൻസ് ഉണ്ട് എന്നുള്ളത്. ഇതൊരു വൈക്കോഫ് സ്ട്രക്ചർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് കഴിയും. വൈക്കോഫ് എന്താണ് എന്നുള്ളത് നമ്മളൊരു പ്രീവിയസ് വീഡിയോയിൽ ജസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. ബേസ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് പറഞ്ഞു തന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിൽ വരുമ്പോഴത്തേക്ക് ഇല്ലെങ്കിൽ മാർക്കറ്റ് റിവേഴ്സിൽ നടക്കുന്ന ടൈമിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് മാർക്കറ്റിനെ മൂവ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം അറിയാം. ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ബാങ്ക്സ് ആണ് മാർക്കറ്റിനെ മൂവ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. അപ്പൊ ഈ മൂവ്മെന്റ് എങ്ങനെ മനസ്സിലാക്കാം? അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിൽ വരുമ്പോഴത്തേക്ക് അവർ ചില ഫുട് പ്രിന്റ്സുകളും മാർക്കറ്റിൽ ഇട്ടിട്ട് പോകുമെന്ന് പറയും.
ആ ഒരു ഫുട് പ്രിന്റ്സ് മനസ്സിലാക്കാനായിട്ടുള്ള ചില സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിലൊരു സ്ട്രക്ചറാണ് അക്യുമുലേഷൻ എന്ന് ബേസിക്കലി പറയുന്നത്. നേരെ പോയി ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇതിന്റെ ലിങ്ക്സുകളെല്ലാം, ഈ വീഡിയോസിന്റെ ലിങ്ക്സുകളെല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിലും വാട്സപ്പ് ഗ്രൂപ്പിലും ഇന്ന് കുറേ അധികം പ്രാവശ്യം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് പോയി കണ്ടു നോക്കുക. സോ ദാറ്റ് നിങ്ങൾക്കത് റെഫറൻസ് ആകുകയും നിങ്ങൾക്കത് പഠിക്കാനായിട്ട് യൂസ്ഫുൾ ആകുകയും കൂടെ ചെയ്യുന്നതായിരിക്കും. സോ ഹിയർ വി ഗോ വിത്ത്. സോ ഈ ഒരു സെർട്ടൻ ലെവലിന് മുകളിലാണ് മാർക്കറ്റ് നാളെ വെയിറ്റ് ചെയ്യുന്നില്ല, ഹോൾഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് ടാർഗറ്റ്സ് നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. റൈറ്റ്, ഈ രണ്ട് ടാർഗറ്റ്സ് നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. 19,800ഉം 19,815 രണ്ട് ടാർഗറ്റ്സ് ഉണ്ട്. പ്രീവിയസ് ഹൈസും പ്രീവിയസ് അനദർ ഹൈ. സോ ഗ്യാപ് ഫില്ലിങ്ങിലോട്ട് പോകാം. ഇത് ബ്രേക്ക് ഔട്ട് ചെയ്ത് പോകുകയാണെങ്കിൽ പിന്നീട് നമുക്ക് അത് നടക്കാവുന്ന ഒരു കാര്യമാണ്. ബെയറിഷ് സൈഡിലോട്ടാണെങ്കിലും വി വിൽ ഹാവ് ടു, ഇനിയിപ്പോൾ അതിന്റെ ആവശ്യമില്ലല്ലോ, ഞാനത് കാണിക്കാനായിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഓൾമോസ്റ്റ് ലൈക്ക് ഈ ലോ ബ്രേക്ക് ഡൗൺ ചെയ്യണം. അതായത് ഇന്നത്തെ ലോ ഉണ്ടല്ലോ അത് ബ്രേക്ക് ഡൗൺ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ട്രേഡ് കൺഫർമേഷൻ ആയിട്ട് മാർക്കറ്റ് താഴത്തേക്ക് വരാനായിട്ട് പ്രോബിലിറ്റി ഉള്ളതാണ്. സോ നാളെ നമുക്ക് ബെയറിഷിലോട്ട് നിൽക്കട്ടെ. ഇപ്പൊ എന്നോട് ചോദിക്കുകയാണ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അല്ലെങ്കിൽ കുറച്ചധികം നാളുകളായിട്ട് ഞാൻ പറയുന്നത് എന്തായിരുന്നു? മാർക്കറ്റ് ലൈക്ക് ബെയറിഷ് അല്ലെ? ഇന്ന് ഞാൻ പറയുകയാണ് മാർക്കറ്റ് ചെറിയ രീതിയിൽ സ്ലൈറ്റ്ലി ബുള്ളിഷിലോട്ട് നിൽപ്പുണ്ട്. സോ ഇപ്പൊ എന്നോട് ചോദിക്കുക പ്രിഫറൻസ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ബുള്ളിഷ്. ആയിക്കഴിഞ്ഞാൽ ഐ ബി ഹാപ്പി എന്ന് ഞാൻ പറയും. സോ നമുക്ക് നോക്കാം നാളെ മാർക്കറ്റ് എങ്ങനെയായിരിക്കും പോകുന്നത് എന്നുള്ളത്. ആൻഡ് ഓൾസോ ഡെഫിനറ്റ്ലി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, നാളെ എക്സ്പയറി ആണ് ബാങ്കും നിഫ്റ്റിയുടെയും എക്സ്പയറി ആണ്. നമുക്ക് നോക്കാം നാളെ മാർക്കറ്റ് എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത്. സോ ദിസ് ഈസ് വിത്ത് അവർ ബ്യൂട്ടിഫുൾ നിഫ്റ്റി. ബ്യൂട്ടിഫുൾ ആൻഡ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്ന് പറയാം അല്ലെ. സോ ദാറ്റ് വാസ് വിത്ത് അവർ നിഫ്റ്റി. ദെൻ ബാങ്ക് നിഫ്റ്റി നമ്മൾ എന്ത് ചെയ്യും? ബാങ്ക് നിഫ്റ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ലോവർ ലോ ഹൈ. സോ ഈ ഹൈ എപ്പോഴാണോ ബ്രേക്ക് ഔട്ട് തരുന്നത് അപ്പോഴായിരിക്കും നമുക്ക് ബുള്ളിഷ് വ്യൂ ഉള്ളത്. ബെറ്റർ നമ്മൾ ഈ ഒരു സോണിനെ തന്നെ കൺസിഡർ ചെയ്യുകയും ഇതിന് മുകളിലേക്ക് മാർക്കറ്റ് എപ്പോഴാണോ വരുന്നത് അപ്പോഴത്തേക്ക് നമ്മൾ ബുള്ളിഷ് വ്യൂ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ടും പറ്റുന്നതാണ്. ഇതിന് മുകളിലേക്ക് നമുക്ക് ബുള്ളിഷ് വ്യൂ കീപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അത്യാവശ്യം നല്ല ടാർഗറ്റ്സ് കീപ്പ് ചെയ്യാം. നമുക്ക് ഇവിടെ ഒരു ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ടാർഗറ്റ് അല്ല, സെക്കൻഡ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലാണത്. ദെൻ ഇവിടെ നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ലെവൽ കീപ്പ് ചെയ്യാം. ദെൻ ഇവിടെ ഒരു ഗ്യാപ്പ് വന്നുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ലെവൽ കീപ്പ് ചെയ്യുന്നതാണ്. അത്യാവശ്യം ടാർഗറ്റ്സുകൾ നമുക്ക് ഇവിടെ ഫോം ആകുന്നുണ്ട്. സോ നമുക്ക് നാളെ മാർക്കറ്റ് ഈ ഒരു സെർട്ടൻ ലെവലിൽ തന്നെ പോകട്ടെ, ഇല്ലൊരു ബുള്ളിഷ് റൺ തരട്ടെ എന്ന് പറയാം. പക്ഷെ ഇതിനകത്ത് പ്രശ്നം എന്തോന്നറിയോ? മാർക്കറ്റ് ഇപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഇത് ഇത്രയും ട്രാവൽ ചെയ്ത് പറഞ്ഞില്ല, റാലി ചെയ്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതിന് ബ്രേക്ക് ഔട്ട് കിട്ടത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അത് അത്രയും സ്ട്രോങ് ആയിട്ട് അത് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷൻ എന്നുള്ളത്. സോ ബെയറിഷ് ആണെങ്കിലോ ഇതിന് താഴെ വരണം, അതായത് ഇന്നത്തെ ലോയ്ക്ക് താഴെ വരണം. സോ ഇച്ചിരി കോഷ്യസ് ആയിട്ട് നിൽക്കണം. പോസിറ്റീവ് കോറിലേഷൻ ചെറുതായിട്ട് ചെറിയ രീതിയിൽ മാറാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ബട്ട് എന്നാൽ നാളെ ലൈവിലോട്ട് വരിക, ചില ഏർലി എൻട്രീസ് ഉണ്ട്. അതെങ്ങനെ എന്നുള്ളത് ലൈവിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും, എല്ലാവർക്കും കാണാൻ സാധിക്കുന്നതായിരിക്കും. ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാം, ഒരുമിച്ചിരുന്ന് പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് ഗ്രോ ചെയ്യാനും കൂടെ സാധിക്കുന്നതാണ്. സോ ദാറ്റ്സ് വിത്ത് അവർ നിഫ്റ്റി ബാങ്ക്. ഇനി ഫിൻ നിഫ്റ്റി ആണെങ്കിലും നമുക്ക് ഈ ഒരു സെർട്ടൻ ലെവലിന് മുകളിൽ, ഇതാണ് ആക്ച്വൽ വേറൊരു സെർട്ടൻ പ്ലാൻ എന്ന് നമുക്ക് പറയാൻ കഴിയുക. ഈ ഒരു സെർട്ടൻ ലെവലിന്റെ മുകളിൽ വരികയും then we could keep like this level. ഇതിന് മുകളിലാണെങ്കിൽ നമുക്ക് ബുള്ളിഷ് വ്യൂ കീപ്പ് ചെയ്യാം. പക്ഷേ എന്നാൽ ഏർലി എൻട്രി ഇവിടുന്ന് വരും. അതെങ്ങനെയാന്നുള്ളത് നാളെ ലൈവിലോട്ട് വരിക നമുക്ക് കാണാവുന്നതാണ്. സോ ഇതിന്റെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കീപ്പ് ചെയ്യാം. ബുള്ളിഷ് വ്യൂവിൽ നിന്ന് ഫൈൻ, ബുള്ളിഷ് വ്യൂവിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് കീപ്പ് ചെയ്യുന്നതാണ്. ബെയറിഷ് വ്യൂ വേണമെന്നുണ്ടെങ്കിൽ ഈ ലോ ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഇന്നത്തെ ലോ ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. നമുക്ക് അതിന്റെ ടാർഗറ്റ്സും അതിന്റെ ലെവൽസും ഒക്കെ നമുക്ക് ലൈവിൽ കാണാവുന്നതാണ്. ഫൈൻ, അതിന്റെ ടാർഗറ്റ്സും ഇതിന്റെ ലെവൽസ് എല്ലാം നമുക്ക് ഈ ലൈവിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ് വിത്ത് അവർ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. എല്ലാവരും കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. റിസ്ക് മാനേജ്മെന്റ് ഇല്ലാതെ ഒരിക്കലും ഒരു ട്രേഡ് നിങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്യരുത്. നമ്പർ ഓഫ് ട്രേഡ്സ് എന്തൊക്കെ തന്നെയാണെങ്കിലും നിങ്ങൾ റെഡ്യൂസ് ചെയ്യണം. നമ്പർ ഓഫ് ട്രേഡ്സ് കൂടുന്തോറും നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് എനിക്ക് കൂടുതൽ പ്രോഫിറ്റ്സ് കിട്ടുമെന്നുള്ളത്. നിങ്ങൾ ആദ്യമായി ഒരു ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ അത് പ്രോഫിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അടുത്തൊരു ട്രേഡിലോട്ട് പോകേണ്ട കാര്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് മാത്രമല്ല, കുറെ അധികം സ്ക്രിപ്റ്റുകളിൽ, കുറെ അധികം സ്റ്റോക്സുകളിൽ നിങ്ങൾ ട്രേഡ് ചെയ്തു എന്ന് വെച്ച് ഒരിക്കലും നമ്മൾ സക്സസ്ഫുൾ ട്രേഡർ ആകാനായിട്ട് പോകുന്നില്ല. ഒരൊറ്റ
ഒറ്റ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഒരൊറ്റ സ്റ്റോക്ക് മാക്സിമം നിങ്ങൾ അതിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലൊരു ട്രേഡർ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ട്രേഡർ ആയിട്ട് തന്നെ നിങ്ങൾ മാറുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ് വിത്ത് അവർ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഇല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ബെറ്റർ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് കമൻറ്റിൽ അറിയിക്കുക. ആൻഡ് ഓൾസോ കമ്പൽസറി ആയിട്ട് എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മൾ എത്രത്തോളം എഫോർട്ട് ഇട്ടിട്ടാണ് ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. സോ ജസ്റ്റ് നിങ്ങൾ ഇത്രയും മാത്രം ചെയ്താൽ മതി. കമന്റിൽ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ജസ്റ്റ് ലൈക്ക് ഒരു ഫ്യൂ സെക്കൻഡ്സ് മാത്രമാണ് നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത്. ആൻഡ് ഓൾസോ ഡെഫിനറ്റ്ലി ലൈക്ക് കൂടെ ചെയ്യുക. സോ ഫോളോ ഫോർ മോർ വീഡിയോസ് ആൻഡ് സീ യു ദേർ ടുമോറോ at 9 AM. Bye.